ഹലോ സ്റ്റുഡൻസ്. എൻ്റെ പേര് സ്റ്റീവ്. ഞാനൊരു ACC അഫിലിയേറ്റ് ആണ്. സോ നിങ്ങളെല്ലാവരും ഇപ്പം ഓൾമോസ്റ്റ് ഡിസംബർ സെഷൻ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എഴുതിയ എക്സാമിൻ്റെ ആ ഒരു ഫീഡ്ബാക്കൊക്കെ നോക്കി അങ്ങനെ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും, ശരിയല്ലേ? അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളിനി മാർച്ച് സെഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും അല്ലേ? അപ്പോൾ മാർച്ച് സെഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് എക്സാം ടിപ്സ്. ഓക്കെ, ഇപ്പോഴേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് സെഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ പേര് ഇപ്പം ഡിസംബർ സെഷനിൽ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചവർ കാണും അല്ലേ? ആദ്യം തൊട്ടേ ചിലപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചവർ കാണും. എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഒക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ വന്നവർ കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് അടുത്ത സെഷനിൽ സോൾവ് ചെയ്തെടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റഡി പ്ലാൻ. അപ്പോൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പം വെറുതെ സെറ്റ് ചെയ്യാതെ പോരാ. ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റിയോ മെൻറ്ററോ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. യെസ്. ഇനി അതല്ല, നിങ്ങളായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു സെൽഫ് സ്റ്റഡി സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡഡ് ബാച്ചാണ് നിങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊരു എക്സ്പീരിയൻസ് കാണില്ലല്ലോ, ശരിയല്ലേ? ഇപ്പം നിങ്ങൾ ആ ഒരു പേപ്പർ ഫസ്റ്റ് ടൈം ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്, ശരിയല്ലേ? എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പറിനെ കുറിച്ച് അത്ര പരിചയം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ലോങ് ആയിട്ട് ഒരു 3 മന്ത് ആ ഒരു, ഇപ്പം നമുക്കിപ്പോൾ മാർച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 2.5 മന്ത്, ഒരു 3 മന്ത്സ് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആ കേസിൽ അത്രയും 3 മാസത്തേക്ക് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാതെ എപ്പോഴും നല്ലതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷോർട്ട് ടേം ആയിട്ട് ഒരു ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ ഉള്ള സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം 3 മന്തിലേക്കൊക്കെ കയറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കാണില്ല, ശരിയല്ലേ? ഒരു പോയിൻ്റ് എത്തുമ്പം എത്ര എനിക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ ഒരു മാസത്തിന് ഞാൻ ഇത്ര ടോപ്പിക്ക് കവർ ചെയ്യാം, പക്ഷേ അത്രയും ആക്ച്വലി പോസിബിൾ ആയിരിക്കത്തില്ല, ശരിയല്ലേ? അതാണ് ലോങ് ടേമിലേക്ക് ഒരു പ്ലാൻ സെറ്റ് ചെയ്തുള്ള പ്രശ്നം. അപ്പം ഏറ്റവും പ്രിഫറബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി ഒരു വീക്ക്ലി പ്ലാൻ, മാക്സിമം പോയി ഒരു വീക്ക്ലി പ്ലാൻ സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഡെയിലി ഇന്ന് ഒരു ദിവസം ഇപ്പോൾ ഒരു FRൻ്റെ കേസിലാണ് ഞാനിപ്പോൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡേ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് നോക്കും, ഒരു FS പ്രിപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കും, ഒരു കൺസോൾട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കും, അത്രേ ഉള്ളൂ, അത്രയും മതി ആ ഒരു രീതിയിൽ അല്ലേ? അപ്പം അങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കാണും, ശരിയല്ലേ? നമുക്കൊരിക്കലും ഓക്കെ ഞാൻ ഇത്രയും പ്ലാൻ സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നിട്ട് റിഗ്രറ്റ് വരത്തില്ല. കാരണം നമുക്കൊരു ക്ലിയർ പ്ലാൻ കാണും, ക്ലിയർ ഐഡിയ കാണും, ഒരു ഷോർട്ട് ടേം പ്ലാൻ ആയത് കാരണം, ശരിയല്ലേ? പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാൻ സെറ്റ് ചെയ്യുമ്പം ഒരിക്കലും എന്തായി പോകരുത്, ഭയങ്കര കൂടുതൽ ടാർഗറ്റ് ഒന്നും സെറ്റ് ചെയ്ത് വെക്കരുത്. ഓക്കെ, ഭയങ്കര നമുക്ക് അച്ചീവ് നമുക്ക് ചില ആൾക്കാർ ഇപ്പോൾ എന്താവും, ഓക്കെ ഞാൻ ഡിസംബർ സെഷനിൽ അത്ര എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് പഠിക്കണം, ഭയങ്കര ഓവർ മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ എന്താക്കും ഭയങ്കര വലിയ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും, ശരിയല്ലേ? പക്ഷേ അതൊക്കെ ആക്ച്വലി എന്തല്ല, അത്രയ്ക്ക് നല്ലതല്ല. മീൻസ് ഭയങ്കര വലിയ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്കത് മേ ബി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? മേ ബി അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഭയങ്കര റിഗ്രറ്റ് അടിക്കും, നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ താഴേക്ക് പോകും, ശരിയല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഏറ്റവും ലോവർ ലെവലിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, ടാർഗറ്റ് സെറ്റ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും താഴേക്കും സെറ്റ് ചെയ്ത് താഴേക്ക് സെറ്റ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത്രയല്ലേ പഠിക്കാനുള്ളൂ, നാളത്തേക്ക് പഠിക്കാം. നാളെ ആകുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് ഇന്ന് 2 ദിവസത്തെയും കൂടെ കൂട്ടിയിട്ട് കുറച്ചല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ ദിവസം പഠിക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ ലേസി ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പ്ലാൻ സെറ്റ് ചെയ്യുമ്പം എപ്പോഴും ആലോചിക്കുക ഒരു മിഡിൽ ലെവൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ. അതാണ് ആദ്യത്തെ ടിപ്പ്, സെറ്റിംഗ് എ പ്ലാൻ. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതാണ് എല്ലാവരും ലാക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ മിക്കപ്പോഴും വിചാരിക്കുന്നത് ഓക്കെ തിയറി ഫോക്കസ് ചെയ്താൽ മതി, തിയറി നമ്മൾ ആ ഒരു പഠിക്കുന്ന നോട്ട്സ് കൂടുതൽ പഠിക്കാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ ലാസ്റ്റത്തേക്ക് നോക്കാം, ആ ഒരു അപ്രോച്ച് ആയിരിക്കും. അതിനേക്കാളും ഒക്കെ നല്ലതെന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ നല്ല രീതിയിൽ എന്താക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോയിക്കോ. എന്ന് വെച്ചാൽ നമുക്കിപ്പം ആക്ച്വലി ഇഷ്ടംപോലെ സ്റ്റഡി റിസോഴ്സസ് അവൈലബിൾ ആണ്, ശരിയല്ലേ? കപ്ലാൻ, BPP, ACCS സ്റ്റഡി ഹബ്, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റഡി റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് 2 സ്റ്റഡി റിസോഴ്സസ് എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മേ ബി 3 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു പാർട്ട് ടൈം സ്റ്റുഡൻ്റ് ആണ്, വർക്കിംഗ് ഒക്കെ ആണ്. അപ്പം ആ കേസിൽ നമുക്ക് എന്തായാലും 3 സ്റ്റഡി റിസോഴ്സസും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കാണില്ല, ശരിയല്ലേ? അപ്പോൾ ആ കേസിൽ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി ഹബ് തന്നെയാണ്. കാരണം അത് ACCA തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്.
സോ സ്റ്റഡി ഹബ് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫ്ലാഗ് ചെയ്ത് വയ്ക്കുക, മെൻറ്റേഴ്സിനോ ഫാക്കൽറ്റീസിനോ അയച്ചു കൊടുത്ത് ഡൗട്ട്സ് ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യാം. ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഓക്കെ കുറേ ഡൗട്ടൊക്കെ വരുമ്പം അതൊക്കെ എഴുതി നോട്ട് ചെയ്തൊക്കെ വയ്ക്കും, എന്നിട്ട് ലാസ്റ്റത്തേക്ക് ചോദിക്കുക എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കും. ലാസ്റ്റത്തേക്ക് ചോദിക്കുമ്പം നമ്മുടെ സംശയം എന്താണെന്ന് നമ്മൾ തന്നെ മറന്നു പോകും, ശരിയല്ലേ? അപ്പം ഏറ്റവും സ്പെസിഫിക് ആയിട്ടൊരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടിപ്പ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ലെക്ചർ നോട്ട്സ് ചെയ്താൽ ഓക്കെ പറ്റുവാണെങ്കിൽ. ഓക്കെ, ഇപ്പം ഒരു വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ക്ലാസ് കാണാൻ മാത്രമേ സമയം കാണുള്ളൂ, ശരിയല്ലേ? അവിടെ ലെക്ചർ നോട്ട്സ് ചെയ്താലും അതിനൊന്നും അത്ര സമയം കാണില്ല. പറ്റുവാണെങ്കിൽ ലെക്ചർ നോട്ട്സ് ചെയ്താൽ, എസ്പെഷ്യലി PM FM പോലത്തെ ടെക്നിക്കൽ നോളജ് ഭയങ്കര ആവശ്യമുള്ള പേപ്പേഴ്സിൽ. കാരണം അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഫോർമുലാസ് വരും, ശരിയല്ലേ? അപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ആക്ച്വലി ലെക്ചർ നോട്ട്സ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. കാരണം ഇത്രയും ഫോർമുല കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ഒരിക്കലും ഒരു വലിയ നോട്ടിൻ്റെ അകത്തുനിന്ന് അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫോർമുല ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. കാരണം ലെക്ചർ നോട്ട്സ് എന്ന് പറയുമ്പം എല്ലാം കൂടെ എഴുതണമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിളൊക്കെ വെച്ച് ആ രീതിയിൽ എഴുതിയാൽ മതി. ഒരു ഫാക്കൽറ്റിയുടെ ഫുൾ നോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഫാക്കൽറ്റി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. അതാണ് മൂന്നാമത്തെ ടിപ്പ്, പ്രിപ്പയറിങ് ലെക്ചർ നോട്ട്സ്. ഓക്കെ, നാലാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കണം, പാസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്ക് എക്സാംസ് സെറ്റ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ അതൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു എക്സാമിന് 2 വീക്സ് ഒരു 3 വീക്സ് ബാക്കിയുള്ള സമയത്ത് നമുക്ക് പാസ് ക്വസ്റ്റ്യൻസോ മോക്ക് എക്സാംസോ എഴുതി നോക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അവിടെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ശരിയല്ലേ? നമുക്ക് 2018 തൊട്ടുള്ള പാസ് ക്വസ്റ്റ്യൻസൊക്കെ മിക്ക പേപ്പേഴ്സിനും അവൈലബിൾ ആണ്. സോ അതെല്ലാം മാക്സിമം ഒന്ന് കവർ ചെയ്യാം. ഇപ്പോഴല്ല, തുടങ്ങുന്ന സമയത്തല്ല, നിങ്ങൾക്ക് ആ ഒരു ഫെബ്രുവരി പകുതി ആകുമ്പോഴോ ആ ഒരു പോയിന്റിൽ ഓക്കെ നമുക്ക് ആ ഒരു എക്സാമിന് ഒരു 2 വീക്സ് ഒക്കെ ബാക്കിയുള്ളപ്പം ചെയ്താൽ മതി. പാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് അത്രയും ആ ഒരു എക്സാമിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ആ ഒരു എക്സാം എങ്ങനെയായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് വരുന്നത്, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമോ, ആ ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ മോക്ക് എക്സാംസും പാസ്റ്റ് എക്സാംസും ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു എക്സാമിലേക്ക് ഡയറക്റ്റ്ലി പോയി അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും നേരത്തെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ ഡ്രോബാക്സ്, എന്തൊക്കെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, ടൈമിൽ എനിക്ക് ഇഷ്യൂ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് സ്പീഡിൽ എഴുതണോ, ടൈപ്പിംഗ് സ്പീഡ് കൂട്ടണോ, അല്ലെങ്കിൽ എൻ്റെ ടെക്നിക്കൽ നോളജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം നമുക്ക് ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഡയറക്റ്റ്ലി എക്സാമിന് പോയി ആ ഒരു ദിവസം അത്രയും എക്സാം ഫീസ് കൊടുത്ത് അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് അന്ന് തന്നെ ഡയറക്റ്റ്ലി ഫസ്റ്റ് ടൈം ഒരു മോക്ക് ചെയ്താൽ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് എക്സാംസ് നേരത്തെ തന്നെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മോക്ക് എക്സാംസ് ആൻഡ് പാസ് ക്വസ്റ്റ്യൻസ്, അതാണ് നാലാമത്തെ ടിപ്പ്. അഞ്ചാമത്തെ ടിപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ 3 മാസമുണ്ട്, ഒരു 2.5-3 മാസമാണ് മുന്നിലുള്ള. സോ ആദ്യത്തെ ആ ഒരു പഞ്ച്, ആദ്യത്തെ ആ ഒരു എനർജി കുറച്ച് കഴിയുമ്പോൾ പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ് അല്ലേ? ആദ്യമേ ഒരു പേപ്പർ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിൽ നമ്മൾ റാങ്ക് അടിക്കണം, ടോപ്പ് മാർക്ക് അടിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാൻ കാണും. പക്ഷേ കുറച്ച് അങ്ങോട്ടേ പോകുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഓക്കെ ഇത് കുറേ പഠിക്കാനുണ്ടല്ലോ, ഞാനിപ്പോൾ ഓൾറെഡി കുറേ കവർ ചെയ്തില്ലേ, ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാം, ആ ഒരു മൂഡിലേക്ക് പോകും. സോ അങ്ങനെ പോവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ഒരു ദിവസം കുറച്ച് പഠിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ല, ലാസ്റ്റിട്ട് എല്ലാം കൂടെ പഠിക്കുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. എല്ലാ ദിവസവും കുറച്ചായിട്ട് അങ്ങ് പഠിക്കുക. ലാസ്റ്റത്തേക്ക് ആകുമ്പം ഭയങ്കര ഒരു ബേർഡൻ ആകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ACCയുടെ എക്സാം അല്ലേ, അത്രയും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റത്തേക്ക് വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു എക്സാം ടിപ്പായിട്ട് പറയാനുള്ളത്. ഇതെല്ലാം മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, മാക്സിമം ഫോളോ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസിൻ്റെ അടുത്തോ മെൻറ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.